ഒക്കെ ഒരു രോഗിയുടെ ഒരു അവസ്ഥയാണ്, അങ്ങനത്തെ അവസ്ഥയാണ്. രോഗികൾ ഒന്തി 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 കാലിൽ ഒന്തുന്ന അവസ്ഥയാണ്. നമുക്ക് രോഗികളെ പിടിച്ചു കൊണ്ടുപോകണം. അവിടെ വീൽ ചെയർ ഇല്ല. വീൽ ചെയർ കിട്ടിയില്ലേ? വീൽ ചെയർ ഇല്ല ചേട്ടാ. കൂടെ ആരുമില്ലേ? മരുന്നെടുക്കാൻ വീൽ ചെയർ കിട്ടിയില്ലേ? ഏതാ നമ്മൾ വന്ന സമയത്ത് ഇല്ലായിരുന്നു ഇവിടെ. വീൽ ചെയർ ഇല്ലേ? ഏത് നമ്പറിലാണ് വിളിച്ചത്? ഇല്ല, വീൽ ചെയർ കിട്ടിയില്ലേ? വീൽ ചെയർ ഇല്ല ചേട്ടാ. കൂടെ ആരുമില്ലേ? മരുന്നെടുക്കാൻ വീൽ ചെയർ കിട്ടിയില്ലേ? ഏതാ നമ്മൾ വന്ന സമയത്ത് ഇല്ലായിരുന്നു ഇവിടെ. വീൽ ചെയർ ഇല്ലേ? അപ്പോൾ പറച്ചിലെല്ലാം അങ്ങ് ഗംഭീരമാണ്, എല്ലാം ഓക്കെയാണ്, കാണിക്കുന്നതൊക്കെ തന്നെ ഒറ്റപ്പെട്ട സംഭവമാണ്, കരിവാരി തേക്കലാണ്. പക്ഷേ ജനം ചിന്തിക്കട്ടെ, ഈ പാവപ്പെട്ട ആളുകൾ, മധ്യവയസ്കർ, വയോധികർ, അമ്മമാർ, കാലിനൊക്കെ തന്നെ പരിക്കേറ്റ ആളുകളൊക്കെ ഒന്തി ഒന്തി നടക്കുകയാണ്, ഒരു വീൽ ചെയർ പോലും ഇല്ലാതെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പരിമിതമായ നമുക്ക് സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മളിത് ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നത്. കാരണം ഇവിടെയൊക്കെ വളരെ ബന്ധവസാണ്. ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പോലും പുറത്ത് പോകരുത്, അങ്ങനെയുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് കോട്ടയത്ത് ഈ സംഭവത്തിന് ശേഷം അവിടെയും ക്യാമറകളൊന്നും ഇനി അകത്തേക്ക് കയറാൻ പാടില്ല, അത് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ നടക്കുന്നതെല്ലാം ഗംഭീരമാണെങ്കിൽ എല്ലാം സുതാര്യമാണ്, എല്ലാം തുറന്നു കൊടുക്കണം, ഞങ്ങളെല്ലാം സുതാര്യമാണെന്ന് പറയണം. പക്ഷേ ഇതൊക്കെയാണ് അവസ്ഥ. അത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. അധികാരികളുടെ കണ്ണിലേക്ക് കണ്ണ് തുറക്കുമെങ്കിൽ അവർ ചിന്തിക്കട്ടെ ഇത് ശരിയാണോ എന്ന്.